ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാട്ടോ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ വൈറൽ ചിക്കൻ, ഇഫ ചിക്കൻ. അപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കനാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 4 ലെഗ് പീസാണ് കേട്ടോ ഞാൻ അൽഫാം സൈസിൽ ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കല്ലുകൊണ്ട് ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ആട്ടോ, 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഹാഫ് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ തൈരിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാട്ടോ ഇത് മൊത്തം മിക്സ് ചെയ്ത് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കുന്നേ. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ 4 പീസ് ഞാൻ നന്നായിട്ട് വരഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. ഒരു 4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇതാ നമ്മുടെ ചിക്കനെല്ലാം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ 2 ബാച്ചായിട്ട് തന്നെ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്ത് 2 ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചീസ് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മുട്ട പുഴുങ്ങാൻ ഞാൻ വെച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം തന്നെ 4 പീസ് ഞാനിവിടെ ഫ്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങിയ മുട്ടയും ചീസും 1 ടേബിൾ സ്പൂൺ പാല്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, ഞാൻ സ്ലൈസ് ചീസ്, എൻ്റെ സ്ലൈസ് ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പീസായിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി 2 വെളുത്തുള്ളിയും കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് അടിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതാ നല്ല ക്രീമി സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രീമിനാട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇത് നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയുടെ കൂടെയോ നാൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡായിട്ട് കഴിക്കാവേ. ഞാൻ ഇന്നിവിടെ കഴിക്കുന്നത് നാനാട്ടോ, ഞാൻ ഉണ്ടാക്കിയ നാൻ. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യേണ്ട, അതിൻ്റെ ക്രീമെല്ലാം അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറുവേ. ഞാനത് ഇത്തിരി ജ്യൂസി ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തപ്പോൾ എൻ്റെ ചിക്കൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ അങ്ങ് മാറി. എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.